ഓണറെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്തും ചെയ്യുന്നൊരു ബ്രീഡ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗാർഡിംഗ് ഡോഗുകളായിട്ട് പല ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു ബ്രീഡാണ് നമ്മുടെ ബെൽജിയം മലൈസ് അല്ലേ ബ്രോ? അതെ. നമ്മളുള്ള കാലിക്കറ്റുള്ള അതിൽ ബ്രോയുടെ കെനലാണ്. അതിൽ ബ്രോ ഉണ്ട്, ഫ്രണ്ട് നമ്മുടെ വിഷ്ണു ബ്രോ ഉണ്ട്. എത്ര നാളായി ഒരു ബെൽജിയം മലൈസിനെ വളർത്തുന്നു? ഞാനിപ്പോൾ തുടങ്ങിയിട്ട് 3 വർഷമായി. 3 വർഷമായിട്ട് നമ്മുടെ ബെൽജിയം മലൈസ് നമ്മുടെ കെനലുണ്ട്. തുടങ്ങി. ഓക്കെ. ഷാമിന്റെ എല്ലാം വീഡിയോ കണ്ടിട്ടാണ് നമ്മളിതിൽ ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രീഡിനെ എടുക്കുന്നത്. നമ്മൾ പോയി നോക്കുമ്പോൾ നമ്മുടെ മൈൻഡിലുള്ള അതേ അഗ്രഷനും എല്ലാം ഇപ്പം കാണിക്കുന്നുണ്ട്. അതെ, നമുക്ക് ഒരു കടിയന്മാരായ ഡോഗ്സിനായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നല്ലേ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മലൈസിനെയാണ്. ഇഷ്ടപ്പെട്ടവനാ. ഓക്കെ. അപ്പൊ നമ്മുടെ കെനൽ ആദ്യം വന്ന ആൾ ഇവനാണോ? ആദ്യം വന്ന ആൾ ഇവന്റെ പേരെന്താ? ഇവന്റെ പേര് ഇഗോർ. ഇഗോർ കാണുന്നവർക്കല്ല, നമുക്ക് അങ്ങനെ വെളിയിൽ നിന്ന് ഒരാൾക്ക് പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അധികം ക്ലോസ് ആയിട്ട് അവന്റെ അടുത്ത് പോകുന്നത്. ബ്രോ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അടുത്തേക്കാൻ പറ്റുന്നല്ലേ. നമ്മളുള്ളപ്പോ ലീശ് പിടിക്കാൻ കുഴപ്പമില്ല. നമ്മളില്ലാത്തപ്പോ ഇവന്റെ അടുത്ത് നിൽക്കാൻ തന്നെ പറ്റില്ല. ഓക്കെ. അവന് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങളുണ്ട്. മനസ്സിലാക്കി നിൽക്കണ കുഴപ്പമില്ല. ഒരാൾക്ക് വന്നിട്ട് പെട്ടെന്ന് ഒന്ന് തുടരണം തോന്നിയാൽ അതൊന്നും നടക്കത്തില്ല, സമ്മതിക്കത്തില്ല. ഞാൻ എന്തെങ്കിലും അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഓഫീസിൽ ഇവിടെ തുറന്നു വിടാനൊക്കെ എനിക്ക് പറ്റും. ഓക്കെ. വിളിച്ചാൽ ഒറ്റ കമാൻഡിന്റെ മുകളിൽ തിരിച്ചു വരും. ഒരു അഗ്രഷൻ നിൽക്കുന്ന ഒരു ഡോഗിനെ കടിച്ചോണ്ട് നിൽക്കണോ, എന്റെ ഒരു അഗ്രഷൻ നിൽക്കണോ, നമ്മൾ ഒറ്റ കമാൻഡ് മതി. അതെ, അത്രയ്ക്ക് ഒബീഡിയന്റ് ആണല്ലേ. ഇവിടെ എന്റെ മോനൊക്കെ ഒരു വയസ്സായിട്ടുള്ളൂ. അവനൊക്കെ ഒരു പ്രശ്നമില്ല. ട്രെയിൻഡ് ആണ്. ഓക്കെ. നമ്മുടെ അടുത്ത ആളെ ഞാൻ പിടിച്ചോണ്ടിരിക്കുന്നത് ഇത് ബ്ലാക്ക് കളർ. എനിക്ക് ഇഷ്ടപ്പെട്ട കൂടി ഈ ഒരു ബ്ലാക്ക് കളർ കൂടുതൽ തന്നെ ഭയങ്കര താല്പര്യം. അത് ആക്കി ഇപ്പൊ എത്ര വയസ്സ്? 1 വയസ്സ് കഴിഞ്ഞിട്ടില്ലേ ഉള്ളൂ? ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. അത്യാവശ്യം നല്ല സൈസുള്ള ഡോഗാണ്. അതുപോലെ തന്നെ നല്ല ക്യാരക്ടർ ആണല്ലേ. എനിക്കൊന്ന് ഇവനെക്കാട്ടി കൂടുതൽ അഗ്രഷൻ ഇവൻ കാണിക്കുന്നുണ്ട്. കടിയന്മാരായ മാത്രം ആൾക്കാരെ വളർത്തുന്ന ടീമാണ് ഇവര് കേട്ടോ. അപ്പൊ ഇവരെ മാത്രമല്ല, വേറെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഒരു കളറിന് പറയുന്നത് പേരെന്താ? ഇവന് പറയാ ഡ്യൂറോൺ എന്നാ പറയുന്നത്. ഇതിപ്പോ ബ്ലാക്ക് കൂടിയത്. ശരിക്കും മൽനോയ്സിനകത്ത് പറയുമ്പോൾ ഒരു കളറിന് പ്രസക്തി ഇല്ല. അവരുടെ ക്യാരക്ടർ അല്ലാതെ ഡ്രൈവ് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വർക്കിംഗ് എബിലിറ്റി അതിലാണ്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടല്ലേ കൂടുതൽ ആൾക്കാർ ഈ ഒരു ടൈപ്പിന് കളർ കാഴ്ചയിൽ കാണാൻ ഒരു ലുക്ക് അല്ലേ. പക്ഷെ നല്ല ലുക്ക് മാത്രമല്ല, വർക്കിൽ അടിപൊളിയാണ്. നമ്മുടെ കാലിക്കറ്റിൽ എവിടെ സ്ഥലം എവിടെ പറയും? നമ്മുടെ കാലിക്കറ്റിൽ പൊറക്കാട്ടിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ കൂടുതലായിട്ട് മൽനോയ്സ് ആണ്. നല്ല എനർജി കുറച്ച് ജസ്റ്റ് ഒന്ന് നടത്തിക്കെങ്കിലും ചെയ്യണം. കുറച്ച് തുറന്നു വിടാൻ പറ്റിയില്ലെങ്കിൽ ഒരു ദിവസം ഒരു കിലോമീറ്ററെങ്കിലും നടത്തിക്കണം. അതായത് ഒരിക്കലും ഒരു ഇൻഡോർന്ന് നമുക്ക് പറയാനോ ഇൻഡോർ ഡോഗ്സ് ആയിട്ട് ഒരിക്കലും പറ്റത്തില്ല. നമുക്കൊരു അറ്റ്ലീസ്റ്റ് നല്ലൊരു കേജ് ഉണ്ടെങ്കിൽ ഇവർ തന്നെ ആ കേജിനകത്ത് ഇട്ട് തന്നെയാലും പോകാൻ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. നിങ്ങൾ ഏറ്റവും നല്ലതാണ്. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഒന്ന് വാക്കിങ്ങിനൊക്കെ കൊണ്ടുപോകണമെങ്കിലും നമുക്ക് നല്ലതായിരിക്കും. ഇവർ രണ്ടിനെ അധികം അടുപ്പിക്കാൻ പറ്റും. അതിൻ്റെതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇച്ചിരി ഗ്യാപ്പിട്ട് പിടിക്കുന്നത്. നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഡോഗിനോട് ഒരു ദിവസം ഒരു അരമണിക്കൂർ മിനിമം ഇവരോട് ചെലവഴിക്കാൻ പറ്റുന്നവർ മാത്രമാണ് ഈ ഒരു ബ്രീഡിനെ വളർത്തുക. അല്ലെന്നുണ്ടെങ്കിൽ ഡോഗിനെ കൊണ്ട് നിങ്ങൾ എടുത്തതിൻ്റെ ഒരു പ്രയോജനമോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടത്തില്ല. കാരണം ഇവർ വെറുതെ ഇരിക്കത്തില്ല. നമ്മൾ മടി പിടിച്ചാൽ നമ്മളെ വിളിച്ച് അവർ കൂട്ടിൽ നിന്ന് ഇറങ്ങി വർക്ക് നമ്മളെ കൂടെ ഇതാക്കുന്ന ഒരു ടൈപ്പ് സാധനമാണ് നമ്മളുള്ളത്. വർക്ക് ചെയ്തുകൊണ്ട് ഒരു കൂട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഡോഗ്സ് അല്ലേ. ഓക്കെ. പക്ഷെ നിങ്ങൾക്ക് ആരെടുത്ത് വേണമെങ്കിലും ഏത് ആൾക്കൂട്ടത്തിൻ്റെ അടുത്തും കൊണ്ടുപോകാം. ഓക്കെ. അതുപോലെ ട്രെയിൻ ചെയ്യാനും അവർക്ക് ട്രെയിൻ എനിക്ക് തോന്നുന്നു ഒത്തിരി ബ്രീഡ്സ് ഉള്ളത് ട്രെയിൻ ചെയ്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില ഡോഗ്സിനൊക്കെ സ്വന്തമായിട്ട് വേണം നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ഇന്റലിജന്റ് ആയിട്ടുള്ളൊരു ബ്രീഡാണ് നമ്മുടെ ബെൽജിയം മലൈസ് ഉള്ളത്.